ഗാസ മുനമ്പിലെ അക്രമം അവസാനിപ്പിക്കുക എന്നത് ലോകത്തിന്റെ പങ്കാളിത്തമുള്ള മുൻഗണനയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടാമത്തെ യോഗത്തിൽ പ്രതിനിധികളെയും മന്ത്രിമാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ഇസ്രായേൽ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന യോഗത്തിൽ ഉദ്ഘാടന പ്രസംഗം നടത്തിയ ശ്രീ ജയശങ്കർ ഗാസയിലും സുഡാൻ, ലിബിയ, ലെബനൻ തുടങ്ങിയ മറ്റ് പ്രദേശങ്ങളിലും നടക്കുന്ന അക്രമം അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചു. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പങ്കുണ്ടെന്ന് അവകാശപ്പെട്ട് അന്തരിച്ച ധനകാര്യ വിദഗ്ധനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീന്റെ പുതുതായി പുറത്തുവന്ന ഇമെയിലുകളുടെ ഉള്ളടക്കം കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. ഈ ഇമെയിലുകളെ ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയുടെ വ്യാജമായ ചിന്തകൾ എന്ന് പരാമർശിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം പറഞ്ഞത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നരേന്ദ്രമോദി സർക്കാരിന് പൈതൃകം എന്ന ഒഴികഴിവിന് പിന്നിൽ ഒളിക്കാൻ കഴിയില്ലെന്ന് ഊന്നി പറഞ്ഞു. ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൽ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലുണ്ടായ സ്ഫോടനത്തിൽ 4 വയസ്സുള്ള ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. രക്ഷാപ്രവർത്തകർ ഒരു സുരക്ഷാ സേനാംഗത്തെ പിടികൂടുന്നത് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടത്.